ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാക്കനാട്, തെങ്ങോട്, വികാസവാണി ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് എക്സൈറ്റ് ആയിട്ട് മനസ്സിലാവുക. കാക്കനാട് വികാസവാണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വീഗാലാൻഡിലേക്ക് പോകുന്ന റൂട്ടിലുള്ള സ്ഥലങ്ങളാണ് തെങ്ങോട്, അതുപോലെ വികാസവാണി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എല്ലാവർക്കും ഇൻഫോ പാർക്കാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം അപ്പം മനസ്സിലായി. ഏകദേശം 5.5 കിലോമീറ്റേഴ്സ് ആണ് ഇൻഫോ പാർക്കിലേക്ക് വരുന്നത്. നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിലേക്കൊക്കെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും 9 കിലോമീറ്റേഴ്സ് 9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് എയർപോർട്ടിലേക്കും വളരെ എളുപ്പത്തിൽ എത്താവുന്നതാണ്. 22 കിലോമീറ്റേഴ്സ് 22 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്കും വളരെ പെട്ടെന്ന് എത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വില്ലകളിൽ നിന്നൊക്കെ നമുക്ക് ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ മെയിൻ റോഡിലേക്കൊക്കെ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് വരുന്നത്. ഇതൊരു പ്യൂർലി റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. നമുക്കൊരു വലിയ ഗേറ്റ് ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. ആ ഗേറ്റ് കടന്നിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിലേക്കൊക്കെ വന്നിരിക്കുന്നത്. 15ഓളം വില്ലകളാണ് ഈ കാണുന്ന ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. ഏകദേശം മെജോറിറ്റി വീടുകളിലും, അതായത് ഒരു 10 വീടുകളിലോളം തന്നെ ആളുകളൊക്കെ താമസമായതാണ്. ബാക്കിയുള്ള കുറച്ച് വീടുകൾ, 3-4 വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടാണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മെയിൻ റോഡ് കഴിഞ്ഞാൽ, ആ ടാർ റോഡ് കഴിഞ്ഞാൽ അതേ റോഡ് തന്നെയാണ് ഈ ഒരു വില്ലയിലേക്കും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ തന്നെ ടാർ റോഡാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് പല വില്ലകളുടെയും എലിവേഷൻ വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ വീടുകളും ആളുകൾ താമസമായതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഡീറ്റെയിൽ, സ്ക്വയർ ഫീറ്റ്, ലാൻഡ്, ഇതൊക്കെ നമുക്ക് ഓരോരോ പോകെ വീഡിയോയിൽ ഞാൻ പറയാം. അതുകൊണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് വീടിന്റെ പ്രൈസ് എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നില്ല എന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ, കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീട് കൊണ്ടുവരുന്നത് കുറച്ചൊരു 5-10 മിനിറ്റിലുള്ള വീഡിയോ അല്ല. ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് വീട് കാണാൻ പറ്റുന്നത്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത്ര ബുദ്ധിമുട്ടി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ട് തന്നെ കാണുക. നമുക്ക് വീടിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മതിൽ നോക്കിയാൽ കാണാം, നമ്മൾ സാധാരണ കാണാത്ത ഒരു ഡിസൈനാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലിലൊക്കെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിന്റെയും മതിലിന്റെയും ഒക്കെ പെയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയുള്ള ഒരു പെയിന്റ് ആണ് വീടിന്റെ മതിലിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്ന ഒരു റിച്ച് കളർ തന്നെയാണ് നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് പെയിന്റ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു മെയിൻ ഗേറ്റിന്റെ മതിലിന്റെ എൻട്രൻസ് നോക്കിയാൽ നമുക്ക് കാണാം, 2 പില്ലറുകളിലും വന്നിട്ട് ഭംഗിയുള്ള 2 ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഒരു ഗേറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാനും മറ്റേ സൈഡ് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കവേർഡ് കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയ ഒക്കെ കാണുന്നുണ്ട്. അപ്പം വീടിരിക്കുന്നതിന്റെ ഒരു കംപ്ലീറ്റ് എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷനിൽ ഒരു വൈറ്റ് കളർ പെയിന്റിൽ ഒരു ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഓടൊക്കെ പാകിയിട്ട് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ ഒരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വരുന്ന ഏരിയയിൽ ചെറിയ കാറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2 എണ്ണം വരെ എക്സ്ട്രാ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ടോട്ടൽ നമുക്കൊരു 3 കാറുകൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പോർച്ചാണ് കവേർഡ് ആയിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ് കാണാം. വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ ചെറുതായിട്ട് നമുക്ക് നടന്നു പോകാനുള്ള നമ്മളുടെ ആ ഒരു കാല് വെക്കാവുന്ന സ്പേസുകളിലൊക്കെ ഭംഗിയായിട്ടുള്ള ചെറിയ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് തന്നെയാണ് ആ ബാക്കിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റുമൊക്കെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ട് കുറച്ച് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മാവും അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിലും കാണാം, കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്.
അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വഴി റൈറ്റ് സൈഡ് കണ്ടതുപോലെ തന്നെ സെയിം ആണ്. ബേബി മെറ്റൽ വിരിച്ചിട്ട് അതിനിടയിലുള്ള നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്റ്റോൺസ് കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 5 സെന്റ് ലാൻഡിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നല്ല ലാൻഡ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്കിത്. അത്യാവശ്യം 5 സെന്റ് എന്ന് പറയുമ്പോൾ അറിയാം നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ടാണ് 3 കാറുകൾക്ക് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2400 2400 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമുകളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള വീട് തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വിട്ടായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യത്തിനുള്ള വീതി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ചെയറുകളൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഇടാവുന്ന രീതിയിലൊരു വലിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെ ഒറ്റ പാളിയിലാണ് തീർത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ദർശനം വന്നിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് വീടിന്റെ വാതിലിന്റെ ദർശനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ കാണുന്ന ഡോറ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഈ കാണുന്ന മെയിൻ ഡോർ നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് വരികയാണ്. ഈ ഡോറിൽ പിടിച്ചപ്പോഴാണ് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഈ ഒരു ഡോറിന്റെ വെയിറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് കാണുന്ന മെജോറിറ്റി കാണുന്ന മരങ്ങളും, അതായത് വാതിലാണെങ്കിലും ജനലുകളാണെങ്കിലും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് മഹാഗണിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ടീക്ക് വുഡിലിട്ട് നമ്മളൊരു വാതിലെ ജനലുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞതിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഡോർ തുറന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല വലുപ്പത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ നമ്മൾ ഫ്ലോറിലേക്ക് തന്നെ ആദ്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഒരു ടൈലില് ഒരു ചെറിയ ഡിസൈൻ വരുന്ന രീതിയിലാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ടോപ്പ് വിസിബിൾ ആണ്. അവിടെ ചെയ്തിരിക്കുന്ന റൂഫിംഗ് വർക്കുകളും നിങ്ങൾക്ക് കാണാം. ഈ റൂഫിംഗ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ നമുക്ക് വിൻഡോസും വരുന്നുണ്ട്. മുകളിൽ നിന്ന് തുടങ്ങി തന്നെ ഡബിൾ ഹൈറ്റഡ് ആയതുകൊണ്ട് വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ഭംഗിയുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറുത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വലുത് മാത്രം ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റികളോട് കൂടിയിട്ട് ഒരുപാട് സൗകര്യങ്ങളുള്ള വിൻഡോസ് ആണ് എല്ലായിടത്തും തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ വോള് മാത്രം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ വേറെയും കുറച്ച് ഓപ്പണിംഗ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ട് വളരെ നീളത്തിലൊക്കെ ആയിട്ട് ആ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളായിട്ടും ക്ലോസ് ചെയ്യാവുന്നതൊക്കെ ഒരുപാട് ഡോറുകളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു എങ്ങനെ നോക്കിയാലും നമുക്കൊരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസിന്റെ ഒരു ഭാഗം മാത്രം കുറച്ച് നമുക്ക് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന എൻട്രൻസ് തന്നെ മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് നമുക്ക് ഏകദേശം ഒരു 8-9 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ടും കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ടുള്ള കുറച്ച് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം വർക്കുകളുണ്ട്. ബട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടും എലഗന്റ് ആയ രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന വഴികളിലെല്ലാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് കൗണ്ടർ വരുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു ഔട്ട് ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. ജാഗുവാറിന്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയും കുറച്ച് കബോർഡുകളൊക്കെ ആയിട്ട് ഡോറുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു 4 BHK വീടാണ്. നമുക്കിവിടെ താഴത്തെ നിലയിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ഡോറിന്റെ പാറ്റേൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ ഭംഗിയായിട്ടുള്ളതുമായ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഭംഗിയായിട്ടൊക്കെയാണ് വിൻഡോസിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്.
അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതും നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റികളോട് കൂടിയിട്ടാണ് ഡ്രോ ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ റൈറ്റ് സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പറ്റുന്നത്. ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് ഇത്രയും കുറേ വിൻഡോകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മുറികളിലും തന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഭംഗിയുള്ള ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് ഫെസിലിറ്റി കിട്ടുന്നത്. നേരത്തെ കണ്ട സെയിം ബെഡ്റൂമിന്റെ അതേപോലത്തെ തന്നെ വാർഡ്രോബ് ആണ് ഇവിടെയും മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് താഴെ കിച്ചൺ ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നിട്ടാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ആ ഒരു അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന ഓരോ ഷെൽഫുകളുടെ ഇടയിലാണെങ്കിലും മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മെയിൻ ആയിട്ട് ഇവിടുത്തെ കബോർഡുകളാണെങ്കിലും കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയ എല്ലാം തന്നെ ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറാണ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു വാർഡ്രോബുകളും കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. പല രീതിയിലും പല ഷേപ്പുകളിലൊക്കെ ആയിട്ടാണ് വാർഡ്രോബുകൾ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലുള്ളതൊക്കെ അങ്ങനെ ഓപ്പൺ ചെയ്യാനും ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കിച്ചണിന്റെ ഒരു റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കിച്ചണും ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. കാരണം അവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്. തൽക്കാലത്തേക്ക് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. വർക്ക് ഏരിയ ചെയ്യുന്നത് വരെ നമുക്ക് അതിലൂടെ ഒരാൾക്ക് പാസ് ചെയ്ത് പോകാനുള്ള ഒരു സ്പേസും ബാക്കിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ സേഫ് ആയിട്ട് മുകൾ വശം വരെ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ അയൺ ബാറുകളിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം അവിടെ ഒരു വലിയൊരു ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വലിയ ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡ് കൊണ്ട് TV വെക്കാനായിട്ടൊരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV ഫിക്സ് ചെയ്യാനുള്ള പവർ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഭാഗം തുടങ്ങി ഇവിടെ വരെ വളരെ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതുമായ വർക്കുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് 4 വിൻഡോസ് ആണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ ഇവിടെ കണ്ടിരുന്നു. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമാണ് കാണാനുള്ളത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നിങ്ങൾക്ക് 2 ഡോറുകൾ കാണാം. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമുക്ക് അത് തന്നെ ആദ്യം കണ്ടിട്ട് പോകാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന യൂട്ടിലിറ്റി ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലോർ വന്നിട്ട് ഒരു ഗ്രേ കളറിൽ ഗ്രിപ്പോട് കൂടിയ ഒരു ടൈലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് യൂട്ടിലിറ്റി ആയിട്ടല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവന്റ് റൂം ആയിട്ടോ അത്യാവശ്യം ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പർപ്പസിനും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ വന്നിട്ട് തുറക്കുന്നത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ്. പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ല. മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലൂടെ നമ്മൾ നേരെ പോകുന്നത് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ ഇവിടെയും നേരെ കയറി വന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളുടെയും ടൈലുകളെല്ലാം തന്നെ ആ ഒരു യൂണിഫോം മോഡൽ തന്നെയാണ്, സെയിം കളർ കോമ്പിനേഷനും സെയിം മോഡലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ താഴെ കണ്ട ബെഡ്റൂമുകൾ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എയർ സർക്കുലേഷൻ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിന് ചുറ്റിനുമായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം മോഡൽ തന്നെയുള്ള വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ഏകദേശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാം തന്നെ ഏകദേശം ഒരു യൂണിഫോം മോഡലിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. സെയിം ആയിട്ട് തന്നെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു വലിയ ബെഡ്റൂം ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഇവിടെയും റൂഫിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള സെയിം വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്താണ് ഒരുപാട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് സെയിം ആ ഒരു പാറ്റേൺ തന്നെ വരുന്ന വാർഡ്രോബാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഷെൽഫുകളോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിലും കളർ കോമ്പിനേഷനുകളെല്ലാം ടൈലുകളുടെ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിന് നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു, യൂട്ടിലിറ്റി സ്പേസ് എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തുറക്കുന്ന ഒരു ഡോർ ഉണ്ട്. ചെറിയൊരു പാസേജ് പോലെ നടന്ന് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പൊ ഇവിടെ ഈ ബാൽക്കണിയിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ താഴെയുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതിന്റെ നേരെ ടോപ്പ് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റഡ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. നേരെ കാണുന്നത് തന്നെ ഒരു ജാളി വർക്കാണ്, വൈറ്റ് കളർ പെയിന്റ് ഡിസൈൻ ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ലെങ്ത് ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ്. അതിന്റെ ഹാൻഡിൽസ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റൂഫിന്റെ മുകളിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചുറ്റിനുമൊക്കെ നിറയെ വില്ലകളുണ്ട്. എല്ലായിടത്തും തന്നെ ആളുകൾ താമസമായതാണ്. ചില വീടുകൾ മാത്രമാണ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു 5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2400 ആണ്. 2400 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏകദേശം ചെറിയ കാറുകളാണെങ്കിലും 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു വെള്ളമുണ്ട്. ഞാൻ വെള്ളത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണറുണ്ട്. അത് കൂടാതെ KWയുടെ വാട്ടർ കൂടിയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീട് പോരാ, നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലത്ത് പോരാ, കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ അതിന്റെ വർക്കുകൾ ഫൈനലൈസ് ചെയ്ത് വരികയാണ്. നമുക്ക് പെയിന്റിംഗ് സ്റ്റേജ് വരെ ആയിട്ടുണ്ട്. അതിന്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞു വരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ വർക്കുകളും കൂടെ നമുക്ക് ഫിനിഷ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ 6 സെന്റിലും കൂടി അങ്ങനെ ഒരു വീട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 6 സെന്റ് സ്ഥലത്ത് ചെയ്യുന്ന ആ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2600 ആണ്. അതിനകത്താവുമ്പോൾ നമുക്കൊരു 4 BHK ബെഡ്റൂമും പ്ലസ് ഒരു സ്റ്റഡി റൂം ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് 5 സെന്റ് സ്ഥലത്ത് 5 സെന്റ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ കാക്കനാട് വികാസവാണി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമുകളിൽ 3 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ വീട്ടിൽ ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. തൊട്ടടുത്ത് വേറൊരു വീടും കൂടെ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. അത് 6 സെന്റില് 2600 സ്ക്വയർ ഫീറ്റില് 4 BHK ആണ്. അതിന്റെ പണി ഏകദേശം കഴിഞ്ഞു വരുന്നു. അതിനുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1.45 ആണ്. 1,45,00,000 അതിന്റെ പ്രൈസ് വരുന്നത്. ഈ 2 വീടുകൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും മാർബിൾ ഹോംസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ വീടുകൾ മാത്രമല്ല, ഇതിൽ ബഡ്ജറ്റ് കൂടിയതും കുറഞ്ഞതും എല്ലാം തന്നെ മാർബിൾ ഹോംസിന്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഫുൾ ലോൺ ഫെസിലിറ്റിയോട് കൂടി തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ അത് എടുത്തു തരുന്നതാണ്. ഞങ്ങളുടെ കൂടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും നിങ്ങൾക്ക് വീടുകൾ കാണാൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീടുകളൊക്കെ മാർബിൾ ഹോംസിൽ ഇടുന്നത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു
നമ്മളുടെ ബട്ടൺ കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് നമുക്ക് അപ്പോൾ തന്നെ വീഡിയോകൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത ഭംഗിയുള്ള വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.